നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ കഴിഞ്ഞ ദിവസം ഒരു ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഇന്നലെ ഏതാണ്ട് 11 മണിയോടുകൂടിയാണ്, പകൽ 11 മണിയോടുകൂടിയാണ് അപ്രതീക്ഷിതമായി ഒരു ഹെലികോപ്റ്റർ സന്നിധാനത്ത് എത്തുന്നത്. അവിടെ ഉണ്ടായിരുന്നവർ ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നു പോകുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോകളുമൊക്കെ പകർത്തിയിരുന്നു. ഈ ഹെലികോപ്റ്റർ കൊടിമരത്തിന് തൊട്ട് മുകളിലൂടെ പറന്നു പോകുന്നു, വേഗം കുറച്ചു പറന്നു പോകുന്നു. സന്നിധാനത്ത് മാത്രം, ആ സന്നിധാനത്തിൻ്റെ തൊട്ട് മുകളിൽ മാത്രം ഒരു പ്രത്യേക വേഗതയിൽ ഹെലികോപ്റ്റർ സഞ്ചരിക്കുന്നു. അതിനുശേഷം ഹെലികോപ്റ്റർ വേഗത കൂട്ടി പോകുന്നതുമൊക്കെയാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. എന്തായാലും ഒരു പരിധിവരെ ആശങ്കയുണ്ടായി ആദ്യ മണിക്കൂറുകളിൽ. എന്നാൽ തുടർന്ന് ഇത് ഏത് ഹെലികോപ്റ്ററാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു ചെറിയ ആശ്വാസം ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. അത് സൈനിക ഹെലികോപ്റ്ററായിരുന്നു, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്ററായിരുന്നു. ദിശ മാറി സഞ്ചരിക്കേണ്ടി വന്നു കാലാവസ്ഥ പ്രതികൂലമായത് കാരണം. അതുകൊണ്ടാണ് ഈ ശബരിമലയ്ക്ക് തൊട്ടുമുകളിലൂടെ താഴ്ന്നു പറക്കേണ്ടി വന്നത് എന്നായിരുന്നു കോസ്റ്റ് ഗാർഡിൻ്റെ വിശദീകരണം. ഒന്നുമില്ലെങ്കിലും നമ്മുടെ സുരക്ഷാ സൈന്യത്തിൻ്റെ ഹെലികോപ്റ്റർ തന്നെയാണല്ലോ, അതുകൊണ്ട് വലിയ ആശങ്കയ്ക്ക് വകയില്ല. ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പ്രതികരിച്ചത് ഇങ്ങനെ തന്നെയാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്ററാണത്, അതിന് പ്രത്യേക ഉദ്ദേശങ്ങളൊന്നും തന്നെയില്ല. അവർ വളരെ കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞത്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന സ്പെഷ്യൽ കമ്മീഷണർ ഈ കേസിൽ, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ADGP ശ്രീജിത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. കാരണം അദ്ദേഹത്തിനാണ് ഇപ്പോൾ സന്നിധാനത്തിൻ്റെ ചുമതലയുള്ളത്. അദ്ദേഹത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ട് മണിക്കൂറുകൾക്കകം തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് അല്പം ആശങ്ക നൽകുന്നതാണ്. അതീവ ഗുരുതരമായ സുരക്ഷാ ലംഘനമാണ് നടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിലുള്ളത്. കാരണം ഈ റിപ്പോർട്ട് വളരെ കൃത്യമായി തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ വിശദീകരണം തള്ളുകയാണ്. സൈനിക ഹെലികോപ്റ്ററാണ്, കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്ററാണ്, അതൊക്കെ ശരി തന്നെയാണ്. കാലാവസ്ഥാ പ്രശ്നങ്ങൾ കാരണം താഴ്ന്നു പറന്നതാണ് എന്ന വിശദീകരണം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്? കൃത്യമായി തന്നെ ശബരിമല ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ ഹെലികോപ്റ്റർ സഞ്ചരിച്ചത് എന്ന് ഈ വീഡിയോ ദൃശ്യങ്ങൾ, ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവർ ആരൊക്കെയാണ്? അവർ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ടോ? ചിത്രങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ചിത്രങ്ങൾ എടുത്തത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും വിവരങ്ങൾ തേടണമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ഹെലികോപ്റ്ററാണ് എന്ന് വെച്ചുകൊണ്ട് ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം എന്നാണ് ADGPയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അന്വേഷണത്തിന് ഇപ്പോൾ SP-യെ ചുമതലപ്പെടുത്തിയിരിക്കുകയുമാണ്. ഒരു ഹെലികോപ്റ്റർ, അങ്ങനെ ഏത് സേനാ വിഭാഗത്തിൻ്റെ ഹെലികോപ്റ്റർ ആയാലും ഇങ്ങനെ താഴ്ന്ന് പറക്കുമ്പോൾ അതിനാരൊക്കെ ഉണ്ടായിരുന്നു, ആരാണ്, എന്തായിരുന്നു ഉദ്ദേശം, ഇതെല്ലാം കൃത്യമായി തന്നെ അന്വേഷിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് കോസ്റ്റ് ഗാർഡിൻ്റേതാണ് എന്നതുകൊണ്ട് അതിൽ അപാകതയില്ല എന്ന് വിലയിരുത്താൻ സാധിക്കില്ല എന്നാണ് ADGPയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. മുതിർന്ന ഉദ്യോഗസ്ഥൻ, സന്നിധാനത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ്. ശബരിമല മുതൽ നിലയ്ക്കൽ വരെയുള്ള പ്രദേശം അത് അതീവ സുരക്ഷാ മേഖലയാണ്. അവിടേക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഹെലികോപ്റ്റർ വന്ന് പറക്കാനുള്ള കാരണം? ഗുരുതരമായ ചട്ടലംഘനം എന്തുകൊണ്ട് ആ ഹെലികോപ്റ്ററിൽ ഇരുന്നവർ ലംഘിച്ചു? കാലാവസ്ഥ മാത്രമാണോ ഇതിൻ്റെ കാരണം? GPS മുഖാന്തരമാണ് ഈ ഹെലികോപ്റ്റർ പ്രവർത്തിക്കുന്നത്, റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചല്ല എന്ന് കോസ്റ്റ് ഗാർഡ് പറഞ്ഞിരുന്നു. ഈ കോസ്റ്റ് ഗാർഡിൻ്റെ വിശദീകരണത്തിൽ തൃപ്തരല്ല പോലീസ്, കേരള പോലീസ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ നിന്ന് ലഭിക്കുന്ന സൂചന. എന്തായാലും ശബരിമലയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ശബരിമലയിൽ നടന്ന അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ സുരക്ഷാ ലംഘനം എന്ന് തന്നെയാണ് പോലീസ് ഇതിനെ വിലയിരുത്തിയിരിക്കുന്നത്. ഭാവിയിൽ ഇതുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായ അന്വേഷണം നടക്കും എന്നാണ് സൂചന. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ഇതിൽ അസ്വാഭാവികതയില്ല എന്ന് പറയുമ്പോഴും കേരള പോലീസ് ഇതിൽ വിശദമായ അന്വേഷണത്തിന് കടക്കുകയാണ്. കാരണം ശബരിമല കഴിഞ്ഞ കുറേ നാളുകളായി വിവാദത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ക്ഷേത്രമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റുകയും ആ സ്വർണ്ണപ്പാളികളിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടു എന്ന് ഇപ്പോൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സ്വർണം എവിടെയാണ്, ആരാണ് കൊണ്ടുപോയത് എന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇനിയും വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. മാത്രമല്ല ഈ സ്വർണ്ണപ്പാളികൾ അന്യ സംസ്ഥാന അല്ലെങ്കിൽ അന്തർ സംസ്ഥാന അല്ലെങ്കിൽ വിദേശ കേന്ദ്രീകൃതമായിട്ടുള്ള
പുരാവസ്തു ലോബികളിലെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കുന്നുണ്ട്. ഹൈക്കോടതി പോലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ അതീവ സുരക്ഷാ മേഖലയിൽ കടന്നുകൊണ്ട് ചിത്രങ്ങൾ പകർത്തുന്ന ഒരു സമീപനം ഉണ്ടാവുകയും അതിന് കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൽ അന്വേഷണം വേണം എന്നാണ് കേരള പോലീസ് പറയുന്നത്. ശബരിമല അതീവ സുരക്ഷയോടുകൂടി സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു മേഖലയാണ്, ഒരു ക്ഷേത്രമാണ്. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വന്നു പോകുന്ന ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ അട്ടിമറി ശ്രമങ്ങൾ അത് വിജയിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും സംസ്ഥാനത്തിന്. ചെറിയൊരു സുരക്ഷാ പിഴവ് പോലും വളരെ ഗൗരവമായിട്ടാണ് ഇപ്പോൾ കേരള പോലീസ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്ററിൽ വന്നു പോയതിൽ വിശദമായ അന്വേഷണത്തിന് ADGP റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്.